ഗസ സമാധാന കരാറിന് വേണ്ടി 20 നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചു. 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളാക്കിയവരെയും ജയിലിൽ അടച്ചവരെയും പരസ്പരം കൈമാറണമെന്നും ഇസ്രായേൽ ഇത് അംഗീകരിച്ചു എന്നും ഹമാസും ഇത് അംഗീകരിക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം ഇസ്രായേലിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനിയോട് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞു. ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഖത്തറി സൈനികൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന നിർണായക ചർച്ചകൾക്കിടെയായിരുന്നു നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചത്. ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിൽ ഖേദമറിയിച്ച നെതന്യാഹു ഇത്തരം ആക്രമണങ്ങൾ ഭാവിയിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ നിലപാടെടുക്കുകയും ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഖത്തർ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടെ ഇസ്രായേലിന് മേലുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ മാപ്പപേക്ഷ.